ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ബസ്സിലേക്കുള്ള ഒരു യൂണിറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിന്റെ ബാക്കി ബോർഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ USB ബോർഡും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. നമ്മൾ നോർമൽ ആയിട്ടുള്ള USB ബോർഡ്, ഒന്നില്ലെങ്കിൽ 3 ഇൻപുട്ടുള്ള USB ബോർഡ്, അല്ലാതെ നമ്മളെ G-Starന്റെ USB ബോർഡ് വെച്ചിട്ട് മറ്റേ സ്വിച്ച് വെച്ചിട്ടാണ് നമ്മൾ സാധനം സെറ്റ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഇൻപുട്ടുകളൊക്കെ അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഉപയോഗിക്കും. ചിലപ്പോൾ 3 ഇൻപുട്ടുള്ള ഒരു USB ബോർഡ് വെക്കാതെ നമുക്ക് എളുപ്പം. അപ്പോൾ റിമോട്ടിൽ തന്നെ നമ്മൾ ഇൻപുട്ട് മാറ്റാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. പിന്നെ 6 ഔട്ട്പുട്ടാണ് മൊത്തം ഇതിലുള്ളത്. 6 ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലൈൻ ഔട്ട്, സിഗ്നൽ ഔട്ട് ഒരു 6 എണ്ണം, പിന്നെ അതേപോലെ ഓഡിയോ ഔട്ട്, സിഗ്നൽ ഔട്ട് ഒരു 6 എണ്ണം, പിന്നെ അതേപോലെ സ്പീക്കറിലേക്കുള്ള ഔട്ട്പുട്ട് 4 എണ്ണം, 4 ചാനൽ അങ്ങനെയാണ് വരുന്നത്. 2 എണ്ണം ക്യാബിനോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവറുടെ ഭാഗത്തേക്കുള്ള ഓളിയത്തിന് മാത്രമായിട്ട് സെപ്പറേറ്റ് 2 ചാനൽ, ഒരു 100 വാട്ട്സിന്റെ അടുത്ത് കിട്ടാവുന്ന ചാനൽ. പിന്നെ അതേപോലെ നമ്മളെ വോക്കല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബസ്സിന്റെ അടിയിലൊക്കെ വാട്ടർ പ്രൂഫ് സ്പീക്കറുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വോക്കല് പുറത്ത് പാട്ട് കേൾക്കാനുള്ള സെറ്റപ്പിലുള്ള സാധനമാണ് ഇപ്പോൾ കംപ്ലീറ്റ് നമ്മളെ നാട്ടുകളിലൊക്കെ പണിത് വരുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വോക്കലിനുള്ള ഒരു സെക്ഷൻ, ഒരു 100+100 കിട്ടാവുന്ന വോക്കലിനുള്ള ഔട്ട്പുട്ട് കിട്ടാവുന്ന മോസ്ഫെറ്റ് ബോർഡും ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ SMBS നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. SMBS ഒറ്റ SMBS ആണ്. സ്പീക്കർ ഉപയോഗിക്കുന്ന കാരണം നമുക്ക് അത്രയ്ക്കധികം ആംബിയറും കാര്യങ്ങളൊന്നും ആവശ്യം വരാത്ത കാരണം സബ്ബല്ല, സ്പീക്കറുകളാണ്, ചെറുവക സ്പീക്കറുകൾ ഉപയോഗിക്കുന്ന കാരണം ഈ മാക്സിമം ഈ സാധനം മതിയാവും നമുക്ക്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് സപ്ലൈ കൊടുക്കുന്നത്. 12 വോൾട്ടാണ് ഇൻപുട്ട് സപ്ലൈ ഇതിലേക്ക് വരുന്നത്. പിന്നെ അതേപോലെ ബോർഡുകളൊക്കെ നമുക്ക് 12 വരുന്നുണ്ട്, 15 വരുന്നുണ്ട്, 27 വരുന്നുണ്ട്. അങ്ങനെ പല സപ്ലൈകളും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ആ സപ്ലൈകളൊക്കെ നമ്മൾ ഒന്നില്ലെങ്കിൽ റെസിസ്റ്റർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് എല്ലാറ്റിലേക്കും വോൾട്ടേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്യണത്. അപ്പോൾ അതിന്റെ വയറിങ്ങും കാര്യങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോണത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വയറിങ് കാണണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വയറിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക, അതുപോലെ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇതിന്റെ സ്പീക്കർ വയർ മൊത്തം കൊടുത്തിട്ടുണ്ട്. കാണുന്നതാണ് സ്പീക്കർ വയർ. ഇത് 2 ക്യാബിനുള്ള ബോർഡാണ് ഈ കാണുന്നത്. 2 ചാനൽ ക്യാബിനുള്ളതാണ്. ഇത് 2 വോക്കലിനുള്ളത് മോസ്ഫെറ്റ് ബോർഡാണ്. അപ്പൊ അതിനുള്ള സ്പീക്കർ വയർ ഇതാണ് കൊടുത്തിട്ടുള്ളത്. പോസിറ്റീവ്, സെൻട്രൽ നെഗറ്റീവ്, ഇത് പോസിറ്റീവ് നെഗറ്റീവ്, 2 ചാനലിന്റെ കോമൺ ആയിട്ടാണ് നെഗറ്റീവ് വരുന്നത്. അതിന്റെ അതേപോലെ തന്നെയാണ് ഒരു ലൈൻ നെഗറ്റീവ്, ഈ കാണുന്നത് പോസിറ്റീവ്, ഈ സെൻട്രൽ കാണുന്ന റെഡ് വയർ പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പൊ നമ്മളത് സ്പീക്കറിൽ സോക്കറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ആയ കാരണം സ്പീക്കർ സോക്കറ്റിലേക്ക് കൊടുക്കാത്തത് വയർ ഇട്ടിട്ടുള്ള പുറത്തേക്ക്. വണ്ടി ആകുമ്പോൾ നമ്മൾ സ്പീക്കർ സോക്കറ്റിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഊരി വീഴാനും ഷോർട്ട് ആവാനൊക്കെ സാധ്യതയുണ്ട്. SMBS ഇതാണ്. SMBS നാളെ നമ്മളൊരു ബ്രോ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു SMBSലേക്ക് കണക്ഷൻ കൊടുത്തിട്ട് അതിൽ നിന്ന് ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് വരുന്നില്ല എന്നുള്ളത്. അപ്പൊ അതെങ്ങനെയാണ് കണക്ഷൻ കൊടുക്കേണ്ടതെന്നുള്ളത് കൂടിയിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഈ കാണുന്നതാണ് ഇതിന്റെ പോസിറ്റീവ്, 0, നെഗറ്റീവ്. അപ്പൊ നമ്മൾ ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവും, പോസിറ്റീവ് റെഡ് ഈ കാണുന്നത്. അപ്പൊ റെഡ് നമ്മൾ അതിന്റെ പോസിറ്റീവ് എന്ന് എഴുതി കൊടുത്ത് സോൾഡർ ചെയ്യുക. അതുപോലെ 0 കാണുന്ന മഞ്ഞാണ് ഈ 0 കണക്ഷൻ. 0 അതേപോലെ ഇതിൽ സെന്ററിൽ 0 എന്ന് എഴുതിയിട്ടുണ്ട്. ആ 0 കണക്ഷനിലേക്ക് അതും കൊടുക്കുക. പിന്നെ അതുപോലെ നെഗറ്റീവും കൊടുക്കുക. പിന്നെ ഇതിന്റെ സപ്ലൈ ആണ്. സപ്ലൈ നമുക്ക് കൊടുക്കണം നോക്കാം. അപ്പൊ അതിക്ക് നമുക്ക് ഈ വയറുകളൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മൾ കറക്റ്റ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ കാണുന്നതാണ് പോസിറ്റീവ്, 0, നെഗറ്റീവ്. ആ 3 കണക്ഷൻ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ബോർഡ് ഇതിലാണ് വരുന്നത്. അപ്പൊ ഇനിയിപ്പോ ഇതിലേക്ക് കൊടുക്കാനുള്ള നമുക്ക് ബാറ്ററി സപ്ലൈ ആണ് കൊടുക്കാനുള്ളത്. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ബാറ്ററി എന്നുള്ള പോസിറ്റീവ് ആണ്. ഈ കാണുന്നതാണ് ബാറ്ററിയുടെ പോസിറ്റീവ്. ഈ കാണുന്നത് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത് നെഗറ്റീവ്. അപ്പൊ അതിലാണ് ഇനി നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പൊ ഈ 2 വയർ അതിലേക്കാണ് കൊടുക്കേണ്ടത്. പിന്നെ സ്വിച്ചിങ് കണക്ഷനാണ് നമ്മൾ അതിന് എടുക്കാനുള്ളത് നമുക്ക്. അപ്പൊ ആ 2 കണക്ഷൻ നമ്മൾ കൊടുത്തു, പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തു. ഇനി സ്വിച്ചിലേക്കുള്ള കണക്ഷനാണ്. സ്വിച്ചിലേക്കുള്ള കണക്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, സ്വിച്ചിങ് കണക്ഷൻ എന്നുള്ളത്. അപ്പൊ അതിൽ 2 കണക്ഷൻ നമ്മൾ എടുത്തു കൊടുക്കേണ്ടത്. ഒരെണ്ണം പോസിറ്റീവ് നിന്നാണ് എടുത്തു കൊടുക്കേണ്ടത്. അപ്പൊ പോസിറ്റീവ് നിന്ന് ഈ നീല വയറാണ് നമ്മൾ പോസിറ്റീവ് നിന്ന് കൊടുക്കുന്നത്. അപ്പൊ പോസിറ്റീവ് നമ്മൾ ഇവിടുന്ന് ഒരു നീല വയർ പോസിറ്റീവ് നിന്ന് സോൾഡർ ചെയ്തു. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. വല്ലാച്ചിന് ഇതൊക്കെ വിട്ടുപോരാൻ നല്ലപോലെ സാധ്യതയുണ്ട് വണ്ടിയിലായ കാരണം. അപ്പൊ അതിലൊരു പോസിറ്റീവ് സോൾഡർ ചെയ്തു. അടുത്ത കണക്ഷൻ ഇതിലാണ് വരുന്നത്. ഇത് വെറുതെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു കണക്ഷനാണ് ഈ കാണുന്നത്. കാണാൻ പറ്റുന്ന വിചാരിക്കുന്നത് നിങ്ങൾക്ക്. ഈ കാണുന്ന സാധനം ഫ്രീ ആയിട്ട് കിടക്കുന്ന കണക്ഷനാണ്. അപ്പോൾ അതല്ല കണക്ഷൻ. സ്വിച്ചിലേക്ക് കൊടുക്കേണ്ട കണക്ഷൻ ഈ കാണുന്നതാണ്. അപ്പൊ നമ്മൾ ഈ 2 വയർ നമ്മൾ ഇതിൽ സോൾഡർ ചെയ്തു. സാധാരണ വണ്ടികളിലൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഇതിൽ നിന്നാണ് ഒരു ഫാനിന്റെ കണക്ഷൻ എടുത്തു കൊടുക്കുക. ഇതിൽ നിന്ന് ഫാനിന്റെ കണക്ഷനും ഇത് നെഗറ്റീവും കൂടിയിട്ടാണ് കൊടുക്കുക. അപ്പൊ ഇതിൽ നിന്ന് പോസിറ്റീവ് നേരെ സ്വിച്ച് വഴി കയറി നേരെ ഫാനിലേക്ക് കണക്ഷൻ വരും. അങ്ങനെയാണ് കൊടുക്കുക. ഇതിൽ നമ്മൾ ഫാനിന് നമ്മളൊരു പ്രൊട്ടക്ഷൻ വെക്കും. പ്രൊട്ടക്ഷൻ അല്ല,
ഹീറ്റിനനുസരിച്ച് വർക്ക് ചെയ്താൽ മതി ഫാൻ. ഫുൾ ടൈം വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. എപ്പോഴും ഇത് രണ്ട് ബോർഡും വർക്ക് ചെയ്തോളണമെന്നില്ല. അപ്പോൾ അത് കാരണം നമ്മളത് അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 12 വോൾട്ട് സപ്ലൈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഡയോഡ് വഴിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് ഡയോഡിൽ നിന്ന് ഡയറക്റ്റ് ആണ് നമുക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇതാണ് ഡയോഡ്. അപ്പോൾ ഈ ബോർഡിൽ നിന്നല്ല നമ്മൾ എടുക്കുന്നത്, ഡയോഡിൽ നിന്നാണ്. ഈ ഡയോഡിൽ നിന്ന് തന്നെയാണ് ഈ ബോർഡിലേക്ക് സപ്ലൈ പോണത്. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ബോർഡ് നമുക്ക് ഇനി ഉറപ്പിക്കാം. അപ്പോൾ ഈ ബോർഡ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ സ്പേസറാണ് നമ്മൾ ഉപയോഗിക്കുക. അതേപോലത്തെ സ്പേസറും അതേപോലെ അതിന് ആവശ്യമായിട്ടുള്ള നെറ്റും. അപ്പോൾ ഇതേപോലത്തെ 4 സ്പേസർ ഇട്ടിട്ടാണ് ബോഡിയുമേ ടച്ച് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ സ്പേസർ ഇട്ടിട്ടാണ്, ഇതേപോലെ നെട്ടും ബോൾട്ട് ഇട്ടിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ സ്ക്രൂ നെട്ടും ബോൾട്ടൊക്കെ ബുഷ് കിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ ബുഷും അതുപോലെ നെട്ടും ബോൾട്ട്. ഇത് ബാക്കിയുള്ളതാണ് ഒരെണ്ണത്തിന്റെ ബാക്കി നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരുപാട് സാധനം ബാക്കിയിരിക്കുന്നതാണ് ഇഷ്ടം പോലെ. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള നെട്ടും ബോൾട്ട് എടുത്തിട്ടാണ് ഈ സാധനം പിടിപ്പിക്കുന്നത്. അപ്പോൾ ബോർഡ് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഡയോഡ് നമ്മൾ ഇതിലാണ് പിടിപ്പിക്കുന്നത്. ഡയോഡിന്റെ പോസിറ്റീവ് ഇത്, നെഗറ്റീവ് ഇതാണ്. ഈ കാണുന്ന 2 കണക്ഷനാണ്. അപ്പോൾ പോസിറ്റീവ് സൈഡ് നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ കൊടുക്കാവുന്ന രീതിയിൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു നെട്ടും ബോൾട്ട് ഇതിനെ പാകാവണ നീളമുള്ള കറക്റ്റ് നോക്കിയിട്ടുള്ള നെട്ടും ബോൾട്ട് ഇട്ടിട്ട് ഈ സാധനം നമ്മളിവിടെ പിടിപ്പിക്കുകയാണ് ചെയ്യാൻ പോണത്. എന്നിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ ബാറ്ററിക്ക് പോണ സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ വയറിന്റെ പൊളാരിറ്റി മാറിയോണ്ടൊന്നും ഈ സാധനം പോവില്ല. അപ്പോൾ അതിനുള്ള സെറ്റപ്പാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ പോസിറ്റീവ് വയർ നേരെ ഡയറക്റ്റ് നമ്മൾ ഇതിലേക്ക് കൊടുത്തു, ഡയോഡിലേക്ക് കൊടുത്തു. നമുക്ക് പോസിറ്റീവ് ലൈൻ മാത്രമാണ് നമുക്ക് പ്രശ്നം വരുള്ളൂ. ഷോർട്ട് ആവുക എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സിഗരറ്റ് ലൈറ്റ് എന്തെങ്കിലും ഉപയോഗിച്ച് ചൂടാക്കിയിട്ട് സെറ്റാക്കാം. അപ്പോൾ പിന്നെ അത് അവിടെ സെറ്റായിട്ട് ഇരുന്നോളും. അപ്പം അത്ര മാത്രമാണ് അതിന് വെച്ച് ചെയ്യാനുള്ളത് നമുക്ക്. അപ്പോൾ അത് ഇതേപോലെ ചൂടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ അത് പോരില്ല എന്നല്ല, വേറെ എന്തെങ്കിലും ഇണക്കങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഊരി പോരില്ല. അപ്പോൾ അത് ഇതേപോലെ കറക്റ്റ് ഫിറ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ പോസിറ്റീവ് വയർ നമ്മൾ അതിലേക്ക് കൊടുത്തു. ഇനി നെഗറ്റീവ് ഈ സൈഡിലാണ് കാണുന്നത്. അപ്പോൾ അതിലേക്ക് നെഗറ്റീവ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ചെറുവക ബോർഡിൽ കൊടുക്കാനുള്ള നെഗറ്റീവാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ സ്വിച്ചിൽ നിന്ന് തന്നെ പോസിറ്റീവ് നമ്മൾ കൊടുക്കുന്നത്. സ്വിച്ച് ഓൺ ആകുമ്പോൾ മാത്രമാണ് ബാക്കിയുള്ളതിലേക്ക് സപ്ലൈ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പവറായിട്ടുള്ള വയറിങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇൻപുട്ട് സപ്ലൈ കൊടുക്കാനുള്ള ഈ കാണുന്ന 2 ലെഗാണ് ഡയോഡിൻ്റെ. പിന്നെ ഔട്ട്പുട്ട് വന്നിട്ടുള്ള ഡയോഡിൻ്റെ പോസിറ്റീവ് ഈ കാണുന്നത്, നെഗറ്റീവ് ഈ കാണുന്നത് മഞ്ഞയാണ്. അത് നേരെ കപ്പാസിറ്ററിൻ്റെ ഒരു കപ്പാസിറ്റർ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. 63 വോൾട്ട് 10,000 mF ഒരു കപ്പാസിറ്റർ. വേറെ ഹമ്മിങ്ങും കാര്യങ്ങളൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓൾട്ടർനേറ്റർ എന്നുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കയറി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കപ്പാസിറ്റർ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട്. ഈ കപ്പാസിറ്ററിൽ നിന്നാണ് നേരെ നമുക്ക് ഇതിലേക്കും അതേപോലെ ഇതിലുള്ള 12 വോൾട്ട് ബോർഡുകളിലേക്കും ഒക്കെ സപ്ലൈ പോണത്. ഇത് നമ്മളെ SMBSന്റെ സ്വിച്ച് കണക്ഷനാണ് നമ്മളിത് കട്ടിട്ടിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് 12 വോൾട്ട് സിംഗിൾ സപ്ലൈ നമ്മളെ ബാറ്ററിയിൽ നിന്ന് വരുന്നത്. ഈ കപ്പാസിറ്ററിൽ നിന്ന് തന്നെയാണ് അത് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ മഞ്ഞ ഈ കാണുന്നത്, പച്ച ഈ കാണുന്നത്, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ അത് നമ്മളിവിടെ കെട്ടിട്ടിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ സ്പീക്കർ ലൈൻ നമ്മൾ പറഞ്ഞ പോലെയൊക്കെ വയർ ടൈ അടിച്ചപ്പോൾ സ്പീക്കർ സോക്കറ്റിലേക്ക് കൊടുത്തിട്ടില്ല. നമ്മൾ ഡയറക്റ്റ് നേരെ പുറത്തേക്ക് നമ്മൾ ഇതേപോലെ എടുത്തിട്ടുണ്ട് 4 കണക്ഷൻ. അപ്പോൾ ഇത് 4 കണക്ഷൻ മാത്രമല്ല, അത്യാവശ്യം ഒരു 6 എണ്ണം 8 എണ്ണമൊക്കെ മൊത്തം ഔട്ട്പുട്ട് സ്പീക്കറിലേക്കുള്ള 6 എണ്ണം ഓൾറെഡി ഇതിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്നുണ്ട്. 4 എണ്ണം ഇതിൽ നിന്നുള്ള സിഗ്നൽ ഔട്ട് ഒരു 6 എണ്ണം പുറത്തേക്ക് വരുന്നുണ്ട്. 2 സബ് ഔട്ടും 4 സിഗ്നൽ ഔട്ടും 4 ചാനലിന്റെ ഔട്ട്പുട്ടും വരുന്നുണ്ട് സിഗ്നലായിട്ട്. പിന്നെ സ്പീക്കർ ഔട്ട് ഈ കാണുന്നത് നമ്മളെ ക്യാബിനും അതേപോലെ വോക്കൽ വോളിയം കൂടിയിട്ടുള്ളത് വേറെ സെപ്പറേറ്റ് 4 എണ്ണം. അപ്പം മൊത്തത്തിൽ ചുരുങ്ങിയത് ഒരു 2 സബ് പിന്നെ അതേപോലെ 4 ഔട്ട്പുട്ട് വേറെ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ ചുരുങ്ങിയത് ഒരു 8-10 സ്പീക്കർ മൊത്തം കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാന്നുള്ളൊരു കണ്ടീഷനിലാണ് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇൻപുട്ട് വയർ നമ്മൾ ഇത് അതേപോലെയാണ് കൊടുത്തിട്ടുള്ളത്. മോണോ ബോർഡ് ബ്രിഡ്ജ് ചെയ്തിട്ടുള്ള ബോർഡാണ്. അതിപ്പോൾ നമ്മൾ സ്റ്റീരിയോ ആക്കി എടുത്തിട്ടുള്ള ബോർഡുകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഒക്കെ ബ്രിഡ്ജഡ് ബോർഡാണ്. അപ്പോൾ ബ്രിഡ്ജിങ് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മളത് സ്റ്റീരിയോ ബോർഡാക്കി 2 സ്റ്റീരിയോ ബോർഡാക്കി 4 ചാനലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് വയറുകൾ നമ്മൾ ഷീൽഡ് വയർ ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നത് 2 ഇൻപുട്ട് വയറുകളാണ്. അപ്പോൾ 4 ചാനലിനുള്ള കണക്ഷൻ, ഇൻപുട്ട് കണക്ഷൻ ഈ കാണുന്നതാണ്. അതിൽ ഇത് നമ്മൾ ഈ സൈഡിൽ കാണുന്ന മോസ്ഫെറ്റ് ബോർഡിന്റെ ഇൻപുട്ടാണ് നമ്മൾ ബാസ്റ്റബിളിക്ക് കൊടുക്കുന്നത്. അതാണ് വോക്കലിനുള്ള വർക്കിങ്ങിനുള്ളത്. ഇനി നമുക്കിതിൽ ബാക്കി മൈക്ക ബോർഡ് പിന്നെ അതേപോലെ ബാസ്റ്റബിൾ ബോർഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഡൈയിൽ കിട്ടാത്ത കാരണമാണ് നമ്മളത് പിടിപ്പിക്കാത്തത്. അപ്പോൾ അടുത്ത വീഡിയോയിലായിരിക്കും ഇതിന്റെ ഫിനിഷിംഗ് വർക്ക് ഫുള്ളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളെ ചാനലിലെ നമ്മളെ നമ്പർ വാട്സപ്പ് നമ്പർ ചാനൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.